വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജ് ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫിനൊപ്പം കാഞ്ഞിരപ്പള്ളി പാസ് സെന്ററിലെത്തിയത്. രൂപത അധ്യക്ഷൻ മാർ മാത്യു അറക്കലുമായി കൂടിക്കാഴ്ച നടത്തിയ വീണ ശേഷം പിതാവിന്റെ അനുഗ്രഹം തേടുകയും ചെയ്തു. ഏതാണ്ട് 10 മിനിറ്റോളം പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വീണ പിതാവിനെ കാണാനെത്തിയത് സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് വികസനത്തെ മുൻനിർത്തിയാണെന്നും കാർഷിക വിളകളുടെ വിലയിടിവിൽ തീരാ ദുഃഖത്തിലായിരിക്കുന്ന കർഷകർക്ക് മോചനം ഉണ്ടാവണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. മലയോര കർഷകരുള്ള റബ്ബർ കർഷകരുള്ള ഒരു മണ്ഡലത്തിൽ റബ്ബർ മേഖലയെ തകർത്തെറിഞ്ഞു കോൺഗ്രസും BJP ഒരേ നയമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അതുപോലെ തന്നെ കുരുമുളക് കർഷകർ ഇപ്പം ഇവിടെ ഈ മേഖലകളിൽ സന്ദർശിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതുവരെ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ചെയ്യും. കാരണം നമ്മുടെ മാർക്കറ്റിൽ വിദേശത്തു നിന്നുള്ള കുരുമുളക് കിട്ടും വില കുറഞ്ഞ്. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കുരുമുളക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല. നിലവാരമുള്ള എരിവുള്ള കുരുമുളക് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർഷകർ തീരാ ദുരിതത്തിലാണ്. ഇതിനൊരു മോചനം ഉണ്ടാകണം. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകണം, വികസനം ഉണ്ടാകണം. ജനങ്ങളുടെ ജീവിതങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അത് അടിസ്ഥാന സൗകര്യം, വികസനം, കൃഷി, ജോലി. എത്ര ചെറുപ്പക്കാർക്ക് നമ്മുടെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആ രീതിയിൽ ജോലി ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി വളരെ ശക്തമായ ഇടപെടൽ നടത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി VC സെബാസ്റ്റ്യൻ കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി.